വിഷ്ണു, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകണം. ജസ്നയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട കേസിൽ തുടരന്വേഷണം വേണമെന്ന ജസ്നയുടെ അച്ഛന്റെ ഹർജി തിരുവനന്തപുരം CJM കോടതി ഇന്ന് പരിഗണിക്കും. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി അന്വേഷണം വേണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ വീണ്ടും ചേരുകയാണ്. വിഷ്ണു, CBI റിപ്പോർട്ട് തള്ളണം എന്ന് ആവശ്യപ്പെടുന്ന കാരണം എന്താണ്? കേസിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യം എന്തടിസ്ഥാനത്തിലാണ്? ഫിജി, ജസ്നയുടെ പിതാവിന്റെ ആവശ്യം ഈ CBI നേരത്തെ നൽകിയ അന്തിമ റിപ്പോർട്ട് തള്ളി പുതിയ അന്വേഷണം നടത്തണമെന്നാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും CBI അന്വേഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ജസ്നയുടെ അച്ഛൻ പറയുന്നത്. അതേ ഘട്ടത്തിൽ ഇത് CBI പറയുന്നത് വ്യക്തമായ അന്വേഷണം നടത്തി ജസ്ന കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള സാഹചര്യമാണ് ഇതിലുള്ളത്. പക്ഷേ ഇതുവരെയും കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റാത്ത വിധം കാര്യങ്ങൾ കടന്നുവെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് CBI റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ ജസ്നയുടെ തിരോധാനത്തിന്റെ ദിവസം തന്നെ ജസ്ന പോയ ഇടങ്ങളിലെയോ അല്ലെങ്കിൽ ജസ്നയുടെ സുഹൃത്തുക്കളുടെയോ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും CBI അന്വേഷിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ജസ്നയുടെ പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നത്. ജസ്ന മരിച്ചെന്നാണ്, കണ്ടെത്താനാകുന്നില്ല എന്നാണ് CBIയുടെ വാദം. ഏതായാലും CBIക്ക് അനുവദിച്ച് 2 ആഴ്ചത്തെ സമയപരിധി ഇപ്പോൾ കഴിയുകയാണ്. കോടതി അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടും. അതുകൊണ്ട് ഇന്ന് ഈ വിഷയത്തിൽ കോടതിയിൽ വിശദീകരണം നൽകാനാണ് CBIയുടെ തീരുമാനം. ഈ ജസ്നയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ കൂടി CBI പരിശോധിച്ചു എന്നാണ് CBI അറിയിച്ചിരിക്കുന്നത്. CBIയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ മതപരിവർത്തനമോ അല്ലെങ്കിൽ തീവ്രവാദ ബന്ധമോ ഒന്നുമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ ജസ്നയെ കാണാതായതിനെ കുറിച്ച് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല. ജസ്നയെ കണ്ടെത്താനായി ഒരു തരത്തിലുള്ള തെളിവും ലഭിച്ചിട്ടില്ലെന്നും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും എന്ന് തന്നെയാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് പിതാവ് പരാതിപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കേസ് പുനരന്വേഷണം വേണം എന്ന് തന്നെയാണ് പിതാവിന്റെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഇന്ന് കോടതിയിൽ പരിഗണിക്കുക. ശരി, വിഷ്ണു കരുണാകരനാണ് ഈ 2 വാർത്തയുടെയും വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്